ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. പടമായിട്ട് ഒരു രക്ഷ, സൂപ്പർ പടം, ചോര കൊണ്ട് ആറാട്ട്. ഇവിടെ ഒരു രക്ഷയില്ല, എല്ലാരും വന്ന് കാണണം. എടുത്തു പറയാനുള്ള ഭയങ്കര വയലൻസാ, നല്ല വയലൻസ്. വയലൻസ് ഇഷ്ടമുള്ളൊരു മസ്റ്റ് ആയിട്ട് കാണണം, മിസ് ചെയ്യരുത്. കൊച്ചിനെയൊക്കെ വെറുതെ ഇട്ട് കൊല്ലുകയാണ്. പടം കാണണമെങ്കിൽ ഇന്ന് കാണണം, നാളെ വീണ്ടും കുറെ കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയും. നല്ല പടം. വയലൻസ് കുറച്ച് കൂടിയാലേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് കൊണ്ട് മനസ്സിന് കട്ടിയുള്ളവൻ മാത്രം കാണുക, അല്ലാത്തവൻ കാണണ്ട, ഇരിക്കാൻ പറ്റൂലത്. ഓവറോൾ നല്ലൊരു ഫിലിം തന്നെയാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. ജഗദീഷ് എല്ലാവരും കൊള്ളാം. അമ്മാതിരി വയലൻസ്, ഇത് മലയാള സിനിമയില് അവര് പറയാനെല്ലാം കറക്റ്റ് ആയിരുന്നു. അമ്മാതിരി വയലൻസ് ആണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല പടം, സൂപ്പർ പടം. ഫാമിലി ഒന്നും കാണാൻ പറ്റത്തില്ല, അത്രമാത്രം വയലൻസ് ആണ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു ബ്ലഡ് ബാത്ത് എന്ന് തന്നെ പറയാം നടക്കുന്നത്, അതിൻ്റെ അകത്ത് നടക്കുന്നത്. വണ്ടർഫുൾ, നല്ലൊരു എക്സ്പീരിയൻസ് പടം, ഒരു രക്ഷയില്ല, നൈസ് പടം. കുഴപ്പമില്ലാത്ത പടം. ഭയങ്കര വയലൻസ് ആണ്. ആവശ്യത്തിന് ഉണ്ണിമുകുന്ദൻ അടിപൊളിയായിട്ട് അഭിനയിച്ചു, നല്ല രസമായിരുന്നു കാണാൻ. ഫാമിലിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, ഇത്തിരി കരുത്തുള്ളവർക്കാണെങ്കിൽ കാണാം. ഫൈറ്റ് തന്നെയാണ്, ഫൈറ്റ് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു. ആക്ഷൻ എക്സലന്റ് ആണ്. അത് മാത്രമല്ല കഥ അത്യാവശ്യം നല്ലയാ. വേറെ അങ്ങനെ എന്താ പറയാ, നമുക്ക് ബോർ അടിക്കത്തില്ല. അഡ്രിനാലിൻ റഷ് നല്ല രീതിയിലുണ്ട്. എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ആക്ഷൻ പടമാണ്. അത്യാവശ്യം നല്ല ബ്ലഡ് ഷെഡ് ഉണ്ട്. റേറ്റിംഗ് കൊടുത്തത് കറക്റ്റാണ്. നല്ല ബ്രൂട്ടലാണ്. പക്ഷേ ഒരു അഡ്രിനാലിൻ റഷ് വേണമെന്നുണ്ടെങ്കിൽ ഈ പടം വന്ന് കണ്ടു നോക്ക്, സൂപ്പർ പടമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഓരോരുത്തർ എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു വയലൻസ് ഒക്കെ നല്ലതാണ്, പക്ഷെ ഒരു 70-75-80% വയലൻസ്. ഓൾസോ ഫാമിലി ഒരു വിഷയം, എൻഗേജിങ് സംഭവം അല്ല. ഫാമിലിക്ക് വേണ്ടി കൊണ്ടുവന്ന് പരാമർശിച്ച് അതിനു വേണ്ടി വരുന്ന നാട്ടിൽ എവിടെ നിന്നൊക്കെ പറഞ്ഞു, അറിയില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഇല്ല, അതില്ല. പക്ഷെ എൻ്റെ പേഴ്സണലി ആണ് കുറെ നല്ല രീതിയിൽ എടുത്തു വെച്ച് കുറെ കാര്യങ്ങൾ. പക്ഷെ പേഴ്സണലി എനിക്ക് പേഴ്സണലി എന്തോ ദഹിച്ചില്ല കുറെ കാര്യങ്ങൾ. നെഗറ്റീവ് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് എൻ്റെ പേഴ്സണലി ഇപ്പോഴും എടുത്ത് പറയുന്നത്, കാരണം പുള്ളിയുടെ ഒരു ഫാനാണ് ഞാൻ. പുള്ളി സംസാരിച്ചിട്ടൊക്കെ കാണുന്നു, പക്ഷെ എല്ലാം ചെയ്ത് വെച്ചാൽ കൊള്ളാം. പക്ഷേ ഇത്രയും കണ്ടന്റ് വേണ്ട. വയലൻസ് എന്ന് പറഞ്ഞ് എല്ലാവരും നല്ല പുള്ളി അത് ഇതെല്ലാം നന്നായിട്ടുണ്ട്. പക്ഷെ ഒരു 80% അതാണ് എൻ്റെ ആവശ്യം തരും. ഇവിടെ എല്ലാവരും ഈ പറയുന്നുണ്ട് ഇപ്പൊ കില്ല് അതൊക്കെ, എന്നാൽ പോലും ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ ഒരു രാവിലത്തെ റിവ്യൂ രസത്തോടെ ഇന്റർവ്യൂവിൽ കേട്ട് KGF പോലെയാണ്. KGF വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരു ആവശ്യമില്ല. പക്ഷെ മലയാളത്തിൽ ഒക്കെ മെങ്ങി എടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. പക്ഷെ എൻഡിങ് ഒരു പ്രോപ്പർ എൻഡിങ് കിട്ടിയതായിട്ട് തോന്നിയില്ല. ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നിവിൻ വരും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. എങ്കിലും അടിപൊളി സിനിമയാണ്, വയലൻസ് കണ്ടിരിക്കാൻ പറ്റും. കുറച്ചുകൂടി ഒരു അടുത്ത സിനിമയിലേക്ക് ഒരു വില്ലൻ വരുന്ന രീതിയിൽ, പക്ഷെ ആരെയും അങ്ങനെ കാണിച്ചില്ല, എങ്കിലും കുഴപ്പമില്ല. പക്ഷെ വയലൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റോറി ലൈൻ മോഡ് ഉണ്ടായിരുന്നു. സെക്കൻഡ് ഫുൾ വയലൻസ് സംഭവങ്ങളായിരുന്നു, അതെല്ലാം അടിപൊളിയായിരുന്നു. ആക്ഷൻ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ വയലൻസ് കണ്ടിട്ടില്ല, അത്രയ്ക്ക് വയലൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ഫീൽ ആയിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ചോരപ്പുഴയാണ്, ഫുൾ ചോരപ്പുഴയാണ്. എനിക്ക് തോന്നുന്നില്ല നോർമൽ ഫാമിലി ഓഡിയൻസ് കണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഭയങ്കര രസമാണ്. ഇങ്ങനെ വേണം വയലൻസ് കാണിക്കാൻ. കില്ലിനെക്കാട്ടും മീൻസ് റോ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്.